അപ്പോൾ ഈ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുമ്പോൾ ടെസ്റ്റുകളൊക്കെ എങ്ങനെ ചെയ്യും? അപ്പം നമ്മൾ യൂഷ്വലി അവരോട് അവിടെ ലോക്കലി ചെയ്തിട്ട് നമുക്ക് റിപ്പോർട്ട് അയക്കാൻ പറയും. അതും ചിലർ മാസങ്ങളെടുക്കും, ചിലർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ പറ്റുന്നത്ര ഹെൽപ്പ് ചെയ്യും. അവർ അവധിക്ക് നാട്ടിൽ വരുമ്പോൾ അവർ ഡയറക്റ്റ്ലി വന്ന് യൂഷ്വലി ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് സ്കാൻ ചെയ്ത് തെറാപ്പികൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. അതുപോലെ ചെയ്യും. ചിലവർ ലീവ് എടുത്ത്, എനിക്ക് പല പേഷ്യൻറ്റും ഉണ്ടല്ലോ റിസൈൻ ചെയ്ത് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തവരുണ്ട്. ഇതിനകത്തുണ്ട് ആക്ച്വലി. കാരണം അവർക്ക് ലൈഫ് അത്രയും മോശമാണ്. അവർ ജോലി റിസൈൻ ചെയ്ത് ഇവിടെ വന്ന് 1 മാസം നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത പേഷ്യൻസും ഉണ്ട്. ബോധമുള്ളവർ അങ്ങനെ ചെയ്യും. അല്ലാത്തവർ ഇങ്ങനെ ജോലി ചെയ്ത് ഡിപ്രഷൻ അടിച്ചിരിക്കും. ഡിപ്രഷൻ അടിക്കുമ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയണ ഒരു എക്സസൈസും ഒന്നും അവർ ചെയ്യില്ല. പിന്നെ എല്ലാം സെപ്പറേഷൻ, ഡിവോഴ്സ്, ഭയങ്കര കോമൺ പുറത്ത്. ഡിപ്രഷനും പിന്നെ ഈ ക്ലൈമറ്റും എല്ലാം കൂടി ഒരു സ്ലിപ്പറി സ്ലോപ്പ് ആയിരിക്കും. ഭയങ്കര കഷ്ടമാണ് അവരുടെ കാര്യം. കാരണം എന്താ വെച്ചാൽ അവിടെ ഒന്നും ഒരു ഹെൽപ്പ് ഇല്ലല്ലോ, ജോലിക്ക് ഒരാളില്ല. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് എല്ലാവരും കെട്ടിയെടുത്ത് എന്തിനാ അങ്ങോട്ട് പുറത്തു പോകണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു സഹായത്തിന് മെഡിക്കൽ കെയർ, വീട്ടിലാണെങ്കിലും ഒരു ഹെൽപ്പ്. ഇപ്പം ഈ വർക്കിംഗ് വുമൺ ഉണ്ടല്ലോ, അവിടെ കുട്ടികളുള്ളവർ തന്നെ സ്ട്രഗ്ലിംഗ് ആണ്. ജോലി ചെയ്യണം, വീട്ടിലെ ജോലി ചെയ്യണം, എല്ലാം കൂടെ സ്ട്രെസ്ഡ് ഔട്ട്, പ്ലസ് ദെയർ മെഡിക്കൽ പ്രോബ്ലം ഒക്കെ കൂടെ കഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു കണക്കിന് അവിടെ പോയി പഠിച്ചിട്ട് തിരിച്ചിവിടെ വന്ന് വർക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു. ഇനി ആ ഫ്ലോ സംഭവിക്കും. കുറച്ച് കൊല്ലത്തിനകം നോക്കിക്കോ, ഇൻ അനദർ 5 years 10 years കുറേ പേര് തിരിച്ചു വരും. ബിക്കോസ് ഇന്ത്യ ഇവിടുത്തെ സിറ്റുവേഷൻ ഇസ് ഫാർ ബെറ്റർ ദാൻ ഔട്ട്സൈഡ്, ഗെറ്റിംഗ് ബെറ്റർ. ഹോപ്പ്ഫുള്ളി തിരിച്ചു ഫ്ലോ ഉണ്ടാവും. നമ്മൾ നമ്മുടെ ആൾക്കാരുടെ കൂടെ ബിലോങ് ചെയ്യണം. അപ്പം നമുക്ക് ആൻസൈറ്റി, ഡിപ്രഷൻ ഉണ്ടാവില്ല. അവിടെ പിന്നെ നമ്മളൊന്നും അല്ലല്ലോ, ഒരു റേസിസം, നമ്മളൊരു സെക്കൻഡ് സിറ്റിസൺ എന്നുള്ള ഇതൊക്കെ പല സ്ഥലത്തും കുറച്ചൊക്കെ ഉണ്ടല്ലോ. പിന്നെ വിറ്റാമിൻ ഡി നമ്മുടെ നാട്ടിൽ ഫ്രീ ആണല്ലോ. വൈറ്റമിൻ ഡി നമ്മുടെ നാട്ടിൽ ഫ്രീയാ.